ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആവേശകരമായ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടത്തിനൊടുവിൽ 7 റൺസിന്റെ കിടിലൻ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണല്ലോ ഈ ഒരു കളിയിലും പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കിയത്. തുടർച്ചയായിട്ടുള്ള രണ്ടാം മത്സരത്തിലാണ് സഞ്ജു പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കുന്നത്. അതും വിർച്വൽ നോക്കൌട്ടായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ച രാജകീയ ഇന്നിംഗ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. സഞ്ജു സാംസൺ ഗംഭീര ഫോമിൽ പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന് വാഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവനും ഒരുപാട് പ്രശംസാവാഹവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് വലിയ വീഡിയോകളിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. 42 പന്തുകളിൽ 8 ഫോറും 7 സിക്സറും അടക്കം 212 എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ പൊളിച്ചെടുക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ ആ ഒരു ഇന്നിംഗ്സിന് മുമ്പിൽ ഡഗ്ഔട്ടും സ്റ്റേഡിയവും മുഴുവനും അദ്ദേഹത്തിന് നിന്ന് കൈയടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളി പ്രേമികൾക്കും അതേപോലെ ഇന്ത്യൻ ആരാധകർക്കും ഇത് അബ്സല്യൂട്ട് രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ്. സഞ്ജു എന്നൊരു മലയാളി ചെക്കൻ അങ്ങ് അഴിഞ്ഞാടുകയാണ്. ഈ ഒരു സെമി ഫൈനൽ മത്സരം വീക്ഷിക്കാനെത്തിയത് ഒരുപാട് സെലിബ്രിറ്റീസ് ആയിരുന്നു. അതിൽ തീർച്ചയായിട്ടും ഒരുപാട് ബോളിവുഡ് സ്റ്റാർസ് ഉണ്ട്. അതേപോലെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച 2 ക്യാപ്റ്റന്മാരായിട്ടുള്ള രോഹിത് ശർമ്മയും സാക്ഷാൽ MS ധോണിയുമുണ്ട്. അതെ, അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഒരു മലയാളി താരം അങ്ങ് പൊള്ളിച്ചടുക്കിയത്. അവരെ പോലും കൈയടിപ്പിക്കുന്ന ഒരു ഗംഭീര ഇന്നിംഗ്സാണ് സഞ്ജു സാംസൺ കളിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഡഗ്ഔട്ടിലിരുന്ന് സഹതാരങ്ങളും അതേപോലെ കോച്ച് ഗൗതം ഗംഭീർ അടക്കമുള്ള മറ്റ് മെന്റർമാരും അതേപോലെ വാങ്കഡയിൽ ഈ ഒരു മത്സരം കാണാനെത്തിയ 10,000-കണക്കിന് ആരാധകരും പിന്നെ സാക്ഷാൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും MS ധോണിയും അവരെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് സഞ്ജു സാംസൺ പൊളിച്ചെടുക്കുകയായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കയ്യെത്തും ദൂരത്ത് ഒരിക്കൽ കൂടി സഞ്ജു സാംസണ് അദ്ദേഹത്തിന്റെ അർഹിച്ച സെഞ്ചുറി നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അതിൽ നിരാശയുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഇന്നിംഗ്സ് സെഞ്ചുറികളെക്കാൾ ഒരുപാട് മൂല്യമുള്ളതാണെന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞാൽ ഒരുപാട് നന്നാവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.